തൊട്ടു പോരുതെന്റെ അമ്മേ. മക്കളെ, മോളെ. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങൾ ഒറ്റ ഒരാളോ ഇതിനെല്ലാം കാരണം. എന്റെ കല്യാണം മുടങ്ങിയതും ജീവിതം തകർന്നതും എല്ലാം നിങ്ങൾ കാരണോ? നിങ്ങൾക്കറിയോ, ഈ നിൽക്കുന്ന സ്ത്രീയെ ഒരു അമ്മയായിട്ടല്ല, നിങ്ങളുടെ ഒരു സെർവന്റ് ആയിട്ടാ ഞാൻ കണ്ടോണ്ടിരുന്നത്. ബ്രഷില് ടൂത്ത് പേസ്റ്റ് വെച്ച് തരുന്നത് മുതൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടത്തി ഉറക്കുന്നത് വരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മെയ്ഡ്. അവർക്ക് ശമ്പളമില്ല, എവിടുന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങളുടെ ആട്ടും തുപ്പും കേൾക്കണം, ചീത്തവിളി കേൾക്കണം, ഇടയ്ക്ക് ഇതുപോലെ തല്ലും കൊള്ളണം. അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെങ്കിലും നിങ്ങളോട് എനിക്ക് വിരോധവും ദേഷ്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹവും വിശ്വാസവും എന്നല്ല, നിങ്ങളുടെ ഒരു ഫാനായിരുന്നു ഞാൻ. നിങ്ങളായിരുന്നു എന്റെ ഹീറോ. സ്കൂളിലോട്ട് പല ടീച്ചേഴ്സും ചോദിക്കും എന്റെ ഫേവറേറ്റ് ഹീറോ ആരാന്ന്. എല്ലാ കുട്ടികളും പലരുടെയും പേര് പറയും. പക്ഷെ ഞാൻ പറയും മൈ ഡാഡ്, ജയബാലൻ. മുതിർന്നപ്പോഴും അതിലൊരു വ്യത്യാസവും വന്നില്ല. മൈ ഡാഡ് വാസ് എ റിയൽ ഹീറോ. നിങ്ങളായിരുന്നു അച്ഛ, നിങ്ങളായിരുന്നു എന്റെ റിയൽ ഹീറോ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം മനസ്സിൽ കാണുന്നതിന് മുന്നേ എന്റെ കയ്യിലെത്തിക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്റെ അച്ഛൻ, ഇന്നലെ വരെ. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയോ? ഇല്ല. എന്റെ നിവിന്, അവനെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്നേക്കുമായിട്ട്. അവൻ എന്നെയല്ല കാവേരിയാ ഇഷ്ടമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തത് ഭാവിച്ചോ? നിങ്ങളോട് ഒരു അക്ഷരമെങ്കിലും ചോദിച്ചോ? കാരണം എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസമായിരുന്നു. അച്ഛനൊരു വാക്ക് പറഞ്ഞ അതിലൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കല്യാണത്തിന് ഫ്രണ്ട്സിനെ വിളിക്കാൻ, ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ എന്തിനെങ്കിലും നിവിൻ വന്നോ? എന്തിനെങ്കിലും നിവിൻ കൂടെ വന്നോ? എന്താ അച്ഛൻ എങ്ങനെയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പൊ അച്ഛൻ പറയും എല്ലാം ഞാൻ നോക്കിക്കോളാന്ന്. ആ വാക്ക്, ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ആശ്വസിക്കാൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ അച്ഛ? നിവിനെ അവൾ ആ കാവേരി കൊണ്ടുപോയില്ലേ?